ഇന്നേ ഞാനൊരു പുതിയ പരീക്ഷണമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാനിത് ശരിക്കും പറഞ്ഞ പരീക്ഷണമായിരുന്നു. വിജയിക്കുവാണെങ്കിൽ മാത്രം വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു, അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ വിജയിച്ചു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ നിങ്ങളെ എല്ലാം കാണിക്കാം എന്ന് തന്നെ തീരുമാനിച്ച് ഞാൻ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇത് വേറെ ഒന്നുമല്ല, ലെമൺ ഡേറ്റ്സ് പിക്കിളാണ്. അപ്പോൾ നമ്മുടെ ലെമൺ ഡേറ്റ്സ് പിക്കിളിന് ആവശ്യമായിട്ടുള്ള ലെമൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കിലോ നാരങ്ങയാണ് കേട്ടോ, ചെറുനാരങ്ങ. നല്ല പഴുത്ത നാരങ്ങയാണ് നല്ലത്, കയ്പ്പ് കുറവായിരിക്കും നമുക്ക് അച്ചാറിന്. അതുകൊണ്ട് നല്ല പഴുത്ത 1/2 കിലോ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സ്, ഈന്തപ്പഴം ഞാൻ 1/4 കിലോയാണ്, ഇതിൻ്റെ നേർ പകുതിയാണ് എടുത്തേക്കുന്നത്. അത് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് നാരങ്ങ ഇനി അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 8-10 പച്ചമുളക്, എല്ലാം ഏകദേശം ഒരേ അളവാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡേറ്റ്സ് ഒരു നല്ല ഒരു പാകത്തിനായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിനാഗിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ ഈ ഡേറ്റ്സിലോട്ട് ഒന്ന് ഒഴിച്ച് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം. അപ്പോൾ അത് നല്ലതുപോലെ കുതിർന്ന് നല്ല പാകത്തിനാകും. എന്നിട്ട് നമുക്ക് അച്ചാറിടാം. അങ്ങനെ ഞാൻ നാരങ്ങ മുഴുവനും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ നാരങ്ങയ്ക്കകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തേക്കുന്നത്. ഇത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാം. ഇത് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്കൊരു 1/2 അവറോ 1 അവറോ നമുക്ക് കിട്ടുന്നതനുസരിച്ച്, സമയം കിട്ടുന്നതനുസരിച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാവേ. അങ്ങനെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉലുവായും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് 3 ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിനിടയിൽ കറിവേപ്പിലയും കൂടെ ഇടണം. വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, കറിവേപ്പിലയും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതെല്ലാം നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത്. ഇത് കാശ്മീരി ചില്ലിയും നോർമൽ എരിവുള്ള ചില്ലിയും ചേർത്തത് ഒരു 5 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് കായപ്പൊടി. ഇത് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനത് ഇളക്കിയത്. എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോയെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. എന്തായാലും പച്ചമണമൊക്കെ മാറി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യണം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഏതൊരു അച്ചാറിനകത്താണെങ്കിലും ഇച്ചിരി പഞ്ചസാര ഇടുന്നത് എല്ലാ ടേസ്റ്റും ഒരു കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇത് ലെമൺ ഡേറ്റ്സ് പിക്കിളായത് കാരണം സാധാരണ നമ്മൾ പഞ്ചസാര ഇടുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടണം. ഞാനിവിടെ 3 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണെങ്കിലും മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് ഇച്ചിരി ചാറ് വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കാനേ പാടില്ല. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച്, ചൂടോടെ തന്നെ, നല്ല തിളപ്പിച്ച വെള്ളം ചൂടോട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് കുറച്ച് നേരം വെന്തോട്ട് സിമ്മിലിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കാരണം നമ്മുടെ നാരങ്ങ വെന്തതല്ലല്ലോ ഓൾറെഡി. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഇത് വേവിച്ചെടുക്കാം. അത് വെന്തതിന് ശേഷം മാത്രം നമ്മുടെ ഡേറ്റ്സ് അരിഞ്ഞു വെച്ചിരിക്കുന്ന, കുതിർത്തി വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടും ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്നുകൂടെ വേവിക്കാം. കാരണം ഡേറ്റ്സും കൂടെ ഒന്ന് മയപ്പെട്ട് കിട്ടണമല്ലോ. അത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ ലെമൺ ഡേറ്റ്സ് പിക്കിൾ റെഡിയാവും കേട്ടോ. ഇതിനിടയ്ക്ക് ഉപ്പ് നോക്കി വേണമെന്നുള്ളവർ ഇച്ചിരി ആഡ് ചെയ്യണം. എനിക്കിത് കറക്റ്റ് ഉപ്പ്, പാകത്തിന് ഉപ്പുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇച്ചിരി ഗ്രേവി പരുവത്തിന് ഇരിപ്പുണ്ട്. പക്ഷേ ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളുവേ. അങ്ങനെ നമ്മുടെ ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ഇട്ടതാ. ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് കൂട്ടാൻ പറ്റത്തില്ല, ഒരാഴ്ചയെങ്കിലും മിനിമം കഴിയണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ നാരങ്ങയൊക്കെ നല്ല ടേസ്റ്റി ആവത്തുള്ളൂ. എന്തായാലും എൻ്റെ പരീക്ഷണം വിജയിച്ചു. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ മീനച്ചാറ്, ബീഫ് അച്ചാറ്, ബാക്കി എല്ലാ അച്ചാറുകളും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.